അധ്യായം 3. രക്തബന്ധത്തിന്റെ കൈപുണ്യം. വർമ്മ കോവിലകത്തിന്റെ അകത്തളങ്ങളിൽ ആ രാത്രി മരണതുല്യമായ നിശബ്ദത പടർന്നു. ആകാശത്ത് മിന്നൽ പിണരുകൾ വെട്ടിത്തിളങ്ങുമ്പോൾ ചിത്രാകൂടത്തിന്റെ പഴകിയ ഭിത്തികൾ വിറയ്ക്കുന്നത് പോലെ തോന്നി. തന്റെ നേർക്ക് ചൂണ്ടിയിരിക്കുന്ന തോക്കിന്റെ നളത്തിലേക്ക് നോക്കുമ്പോൾ അരവിന്ദിന്റെ ഉള്ളിൽ ഭയമായിരുന്നില്ല, മറിച്ച് താൻ ഇത്രയും കാലം ബഹുമാനിച്ചിരുന്ന അമ്മാവനോടുള്ള പുച്ഛമായിരുന്നു. അമ്മാവ, ഈ തോക്കിന് എന്നെ കൊല്ലാൻ കഴിഞ്ഞേക്കും, പക്ഷേ സത്യത്തെ കൊല്ലാൻ നിങ്ങൾക്ക് കഴിയില്ല. അരവിന്ദിന്റെ ശബ്ദം ആ മുറിയിൽ മുഴങ്ങി. രാഘവൻ വർമ്മയുടെ വിരലുകൾ ട്രിഗറിൽ മുറുകി. അയാളുടെ കണ്ണുകളിൽ ഭ്രാന്തമായ ഒരു തിളക്കമുണ്ടായിരുന്നു. സത്യം? ഏതാണ് സത്യം? ഈ കോവിലകത്തിന്റെ ആചാരങ്ങൾ ലംഘിച്ച് ദേവികയെ ശിക്ഷിച്ചത് തെറ്റാണോ? അവൾ ഒരു അന്യമതസ്ഥന്റെ കൂടെ ഇറങ്ങിപ്പോയപ്പോൾ ഈ കുടുംബത്തിന്റെ അഭിമാനമാണ് തകർന്നത്. അത് വീണ്ടെടുക്കാൻ ഞാൻ ചെയ്തത് നീതിയാണ്. അതിന് നീതിയെന്നല്ല അമ്മാവ പറയുക, കൊലപാതകമെന്നാണ്. പെട്ടെന്ന് പിന്നിൽ നിന്നും സാറയുടെ ശബ്ദം കേട്ടു. രാഘവൻ ഞെട്ടിത്തിരിഞ്ഞു. വാതിൽക്കൽ പോലീസുകാരോടൊപ്പം സാറ നിൽക്കുന്നുണ്ടായിരുന്നു. അവളുടെ കണ്ണുകളിൽ നിന്നും കണ്ണീർ ഒഴുകുന്നുണ്ടായിരുന്നെങ്കിലും ആ മുഖത്ത് കത്തുന്ന പകയും നിശ്ചയദാർഢ്യവും അരവിന്ദിനെ പോലും അത്ഭുതപ്പെടുത്തി. സാറ പതുക്കെ രാഘവന്റെ അടുത്തേക്ക് നടന്നു. അവളുടെ കഴുത്തിലെ കുരിശുമാലയിൽ നിന്നും പുറത്തെടുത്ത ആ നീലക്കല്ല് അപ്പോഴും തിളങ്ങുന്നുണ്ടായിരുന്നു. എന്റെ അമ്മയെ കൊന്നിട്ടും നിങ്ങളുടെ പക തീർന്നില്ലേ? ആ പാവം സ്ത്രീയുടെ കുഞ്ഞിനെയും ഇല്ലാതാക്കാൻ നിങ്ങൾ ഇത്രയും കാലം കാത്തിരുന്നു അല്ലേ? രാഘവൻ പൊട്ടിച്ചിരിച്ചു. നീ ആരാണെന്ന് എനിക്ക് നേരത്തെ അറിയാമായിരുന്നു. നിന്റെ ഓരോ ചലനവും ഞാൻ നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ഈ നീലക്കല്ല്, അത് നിന്റെ കൈവശമുണ്ടെന്ന് ഞാൻ കരുതിയില്ല. അപ്പോഴാണ് അപ്രതീക്ഷിതമായത് സംഭവിച്ചത്. കോവിലകത്തിന്റെ ഇരുണ്ട ഇടനാഴിയിലൂടെ ഒരു നിഴൽ വേഗത്തിൽ പാഞ്ഞുവന്നു. അത് രാഘവന്റെ വിശ്വസ്തനായ വേലക്കാരൻ കുട്ടപ്പനായിരുന്നു. അയാൾ പെട്ടെന്ന് മെയിൻ സ്വിച്ച് ഓഫ് ചെയ്തു. മുറി ഇരുട്ടിലാണ്ടു. ഒരു വെടിയൊച്ച കേട്ടു. സാർ! അരവിന്ദ് അലറി വിളിച്ചു. വെളിച്ചം തിരിച്ചു വന്നപ്പോൾ രാഘവൻ വർമ്മ അവിടെ ഉണ്ടായിരുന്നില്ല. ചിത്രാകൂടത്തിന്റെ പിൻവാതിൽ തുറന്നു കിടക്കുന്നു. അരവിന്ദ് വേഗം സാറയുടെ അടുത്തേക്ക് ഓടിച്ചെന്നു. ഭാഗ്യത്തിന് വെടിയുണ്ട അവൾക്ക് കൊണ്ടില്ല. ഭിത്തിയിലാണ് തറച്ചത്. സാർ, അയാൾ രക്ഷപ്പെട്ടു. ഇൻസ്പെക്ടർ തന്റെ ടീമിനോടൊപ്പം പുറത്തേക്ക് ഓട്ടി. അരവിന്ദും സാറയും തളർച്ചയോടെ ആ മുറിയിലെ പഴയ ചാരുകസേരയിലിരുന്നു. പുറത്ത് മഴ തോരാതെ പെയ്യുന്നുണ്ടായിരുന്നു. അരവിന്ദ് സാറയുടെ കൈകൾ മുറുകെ പിടിച്ചു. സാറ, എനിക്ക് നിന്നോട് എന്തു പറയണമെന്നറിയില്ല. എന്റെ കുടുംബം നിന്നോട് ചെയ്തത് ക്രൂരതയാണ്. നീ സത്യത്തിൽ എന്റെ അമ്മാവന്റെ സഹോദരിയുടെ മകളാണ്. ഈ കോവിലകത്തിന്റെ പകുതി അവകാശം നിനക്കുള്ളതാണ്. സാറ താൻ പിടിച്ചിരുന്ന ആ നീലക്കല്ലിലേക്ക് നോക്കി. എനിക്ക് ഈ സ്വത്തുക്കളോ അധികാരമോ വേണ്ട അരവിന്ദ്. എനിക്ക് അറിയേണ്ടത് എന്റെ അച്ഛനെക്കുറിച്ചാണ്. ആരായിരുന്നു അദ്ദേഹം? അദ്ദേഹം ജീവിച്ചിരിപ്പുണ്ടോ? അരവിന്ദ് അച്ഛന്റെ ആ പഴയ ഡയറി വീണ്ടും എടുത്തു. അതിലെ പേജുകൾ ഓരോന്നായി മറിക്കുമ്പോൾ അവനൊരു പേര് കണ്ടെത്തി. ഐസക് ജോസഫ്. ഐസക് ജോസഫ്, അതായിരുന്നു നിന്റെ അച്ഛന്റെ പേര്. അദ്ദേഹം ഒരു ഫോട്ടോഗ്രാഫർ ആയിരുന്നു എന്നാണ് അച്ഛൻ എഴുതിയിരിക്കുന്നത്. ദേവികയെ വിവാഹം കഴിച്ചതിനു ശേഷം അവരെ കാണാതാവുകയായിരുന്നു. പെട്ടെന്ന് അരവിന്ദിന്റെ ഫോൺ ശബ്ദിച്ചു. അതൊരു അജ്ഞാത നമ്പറായിരുന്നു. അവൻ കാളെടുത്തു. മറുതലയ്ക്കൽ രാഘവൻ വർമ്മയുടെ കിതയ്ക്കുന്ന ശബ്ദം. അരവിന്ദ്, നീ വിജയിച്ചു എന്ന് കരുതണ്ട. ആ നീലക്കല്ല് നിനക്ക് ശാപമാകും. സാറയുടെ അച്ഛൻ എവിടെയുണ്ടെന്ന് നിനക്കറിയണോ? എങ്കിൽ നാളെ പുലർച്ചെ 5 മണിക്ക് നമ്മുടെ പഴയ തറവാട് നിൽക്കുന്ന കാവിനടുത്തേക്ക് വരിക. തനിച്ചു വരണം. വന്നില്ലെങ്കിൽ ഐസക്കിന്റെ ശവം പോലും നിനക്ക് കാണാൻ കഴിയില്ല. ഫോൺ കട്ടായി. അരവിന്ദിന്റെ മുഖം വിളറി. സാറയുടെ അച്ഛൻ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടോ? അതോ രാഘവൻ തങ്ങളെ ചതിക്കാൻ വിളിക്കുകയാണോ? അന്ന് രാത്രി അരവിന്ദിനും സാറയ്ക്കും ഉറങ്ങാൻ കഴിഞ്ഞില്ല. അവർ കോവിലകത്തെ വലിയ ഹാളിലിരുന്നു. ഭിത്തിയിൽ തൂക്കിയിട്ടിരിക്കുന്ന വർമ്മ കുടുംബത്തിലെ കാരണവന്മാരുടെ ചിത്രങ്ങൾ അവരെ നോക്കി പരിഹസിക്കുന്നത് പോലെ തോന്നി. അരവിന്ദ്, നിങ്ങൾ പോകരുത്. അതൊരു ചതിയായിരിക്കും. സാറ അരവിന്ദിന്റെ കൈ പിടിച്ചു തടഞ്ഞു. സാറ, നിന്റെ അച്ഛൻ ജീവനോടെ ഉണ്ടെങ്കിൽ അദ്ദേഹത്തെ രക്ഷിക്കേണ്ടത് എന്റെ കടമയാണ്. എന്റെ കുടുംബം വരുത്തിവെച്ച പാപത്തിന് ഞാൻ പ്രായശ്ചിത്തം ചെയ്യണം. നീ ഇവിടെ സുരക്ഷിതയായിരിക്കണം. അരവിന്ദ് തന്റെ കാറിന്റെ താക്കോലുമായി പുറത്തിറങ്ങി. പക്ഷെ സാറയ്ക്ക് അവിടെ വെറുതെ ഇരിക്കാൻ കഴിഞ്ഞില്ല. അവൾ ഇൻസ്പെക്ടറെ വിളിച്ചു വിവരം പറഞ്ഞു. അരവിന്ദ് പോയതിന് പിന്നാലെ അവളും ഒരു ടാക്സിയിൽ പുറപ്പെട്ടു. പ്രഭാതം പൊട്ടിവിടരുന്നതിന് മുൻപ് കാട്ടിനുള്ളിലെ ആ പഴയ കാവിനടുത്ത് അരവിന്ദ് എത്തി. അവിടെ ഒരു പഴയ കിണറിനരികിൽ രാഘവൻ വർമ്മ നിൽക്കുന്നുണ്ടായിരുന്നു. അയാളുടെ കയ്യിൽ ഒരു വലിയ പെട്രോൾ ക്യാൻ ഉണ്ടായിരുന്നു. നീ വന്നല്ലേ? രാഘവൻ ക്രൂരമായി ചിരിച്ചു. എവിടെ ഐസക്? എവിടെ സാറയുടെ അച്ഛൻ? അരവിന്ദ് ചോദിച്ചു. രാഘവൻ ആ പഴയ കിണറിലേക്ക് വിരൽ ചൂണ്ടി. ആ കിണറിനുള്ളിലെ രഹസ്യ അറയിൽ അയാൾ 30 വർഷമായി വെളിച്ചം കാണാതെ കഴിയുന്നു. നീലക്കല്ല് തരാതെ അയാളെ ഞാൻ വിടില്ല. അരവിന്ദ് മുന്നോട്ട് നീങ്ങിയതും രാഘവൻ തന്റെ കയ്യിലുണ്ടായിരുന്ന ലൈറ്റർ കത്തിച്ചു. ഒരടി മുന്നോട്ട് വെച്ചാൽ ഈ കാവും കിണറും ഞാൻ കത്തിച്ചു ചാമ്പലാക്കും.
പെട്ടെന്ന് കാട്ടിനുള്ളിൽ നിന്നും പോലീസ് സംഘം പാഞ്ഞു വന്നു. സാറയും അവർക്കൊപ്പമുണ്ടായിരുന്നു. രാഘവൻ അമ്പരന്നുപോയി. അയാൾ ലൈറ്റർ താഴേക്കിട്ടു. പക്ഷേ തീ പടരുന്നതിന് മുൻപ് അരവിന്ദ് അയാളെ തള്ളിമാറ്റി കിണറിനടുത്തേക്ക് കുതിച്ചു. അരവിന്ദ് കിണറിലേക്ക് ഇറങ്ങി. അവിടെയുള്ള രഹസ്യ അറയുടെ വാതിൽ അവൻ തകർത്തു. ഉള്ളിൽ താടിയും മുടിയും നീട്ടി വളർത്തി അവശനായ ഒരു മനുഷ്യൻ തറയിൽ കിടക്കുന്നുണ്ടായിരുന്നു. ഐസക്! അരവിന്ദ് അദ്ദേഹത്തെ തട്ടിവിളിച്ചു. അദ്ദേഹം പതുക്കെ കണ്ണു തുറന്നു. ദേവിക, നീ വന്നോ? അരവിന്ദിന്റെ കണ്ണുകൾ നിറഞ്ഞു. അദ്ദേഹം 30 വർഷമായി തന്റെ ഭാര്യയെ കാത്തിരിക്കുകയായിരുന്നു. പോലീസ് രാഘവൻ വർമ്മയെ വിലങ്ങുവെച്ചു കൊണ്ടുപോയി. 30 വർഷത്തെ ക്രൂരതയ്ക്ക് അന്ത്യമായി. ഐസക്കിനെ പുറത്തെത്തിച്ചപ്പോൾ സാറ ഓടിച്ചെന്ന് അദ്ദേഹത്തെ കെട്ടിപ്പിടിച്ചു കരഞ്ഞു. തന്റെ അച്ഛനെ ആദ്യമായി കാണുന്ന ആ മകളുടെ ദുഃഖം അവിടെയുണ്ടായിരുന്ന എല്ലാവരുടെയും കണ്ണു നിറച്ചു. സൂര്യൻ ഉദിച്ചുയർന്നു. വർമ്മ കോവിലകത്തിന് മുകളിലെ കാർമേഘങ്ങൾ ഒഴിഞ്ഞുപോയി. സാറയുടെ അച്ഛൻ ചികിത്സയ്ക്കായി ആശുപത്രിയിലേക്ക് മാറ്റപ്പെട്ടു. അരവിന്ദ് സാറയുടെ അടുത്തേക്ക് നടന്നു. സാറ്, എല്ലാം അവസാനിച്ചു. ഇനി പുതിയൊരു തുടക്കമാണ്. സാറ് പുഞ്ചിരിച്ചു. അവളുടെ കണ്ണുകളിൽ പ്രത്യാശയുടെ തിളക്കമുണ്ടായിരുന്നു. അതെ അരവിന്ദ്, പക്ഷെ ഒരു കാര്യം ബാക്കിയുണ്ട്. ആ നീലക്കല്ല്, അത് എവിടെ ഇരിക്കണമോ അവിടെ തന്നെ ഇരിക്കണം. അരവിന്ദും സാറയും ചേർന്ന് ആ നീലക്കല്ല് കുടുംബക്ഷേത്രത്തിലെ വിഗ്രഹത്തിൽ തിരിച്ചു സമർപ്പിച്ചു. ജാതിയും മതവും തീർത്ത വിള്ളലുകൾക്ക് മുകളിൽ പ്രണയത്തിന്റെ മഞ്ഞുതുള്ളികൾ വീഴുകയായിരുന്നു. അരവിന്ദും സാറയും തങ്ങളുടെ പ്രിയപ്പെട്ടവനെ കണ്ടെത്തിക്കഴിഞ്ഞു. പക്ഷേ ഈ രഹസ്യങ്ങളുടെ ചുരുളഴിയുമ്പോൾ അവർക്ക് മുന്നിൽ പുതിയൊരു ശത്രു കൂടി ഉയർന്നു വരുമോ? അഗ്നിസാക്ഷിയിലെ മഞ്ഞുതുള്ളിയുടെ അടുത്ത ഉദ്വേഗജനകമായ അധ്യായത്തിനായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. ബെല്ലൈക്കൺ അമർത്താൻ മറക്കരുത്.